ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി തീർത്ഥയാത്ര പുനരാരംഭിക്കുന്നത് നീട്ടി 14 ദിവസത്തേക്കാണ് നീട്ടിയത്. ജമ്മുകാശ്മീരിൽ ശക്തമായ മഴ തുടരുന്നതുകൊണ്ടാണ് യാത്ര നീട്ടിയത്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ജമ്മു കശ്മീരിലെ വൈഷ്ണോദേവി തീർത്ഥയാത്ര ഓഗസ്റ്റ് 26-ന് ശക്തമായ മഴയെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് നിർത്തിവച്ചിരുന്നു താൽക്കാലികമായി. നിരവധി തീർത്ഥാടകർ ഈ ജമ്മു കശ്മീരിലുണ്ടായ പ്രളയത്തിൽ അപകടത്തിൽപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത്. എന്നാൽ കാലാവസ്ഥ മെച്ചപ്പെടുകയും ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ പുനർനിർമ്മാണം പൂർത്തിയാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ തീർത്ഥയാത്ര പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം അത് പ്രഖ്യാപിക്കുകയും മറ്റൊരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ വീണ്ടും ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തീർത്ഥയാത്ര 14 ദിവസത്തേക്ക് കൂടി നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനം അധികൃതർ എടുത്തിരിക്കുന്നത്. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥയാത്രയ്ക്കായി ഒരുങ്ങിയവർ അവർ ശ്രദ്ധ പുലർത്തണമെന്നും 14 ദിവസത്തേക്ക് കൂടി തീർത്ഥയാത്ര ഉണ്ടാകില്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. വരുന്ന 2 ദിവസം കൂടി ജമ്മു കശ്മീരിൽ അതിശക്തമായ മഴയും കാറ്റും തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.